നമസ്കാരം. കഴിഞ്ഞ ദിവസം വന്ന ഒരു ചോദ്യമാണ്. ഞാൻ സ്ഥിരമായി ജിംനേഷ്യത്തിൽ പോകുന്ന ആളാണ്. പലപ്പോഴും മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഹോർമോണുകൾ എടുക്കാറുണ്ട്, പ്രത്യേകിച്ചും ആനബോളിക് സ്റ്റിറോയിഡ്സ് എടുക്കാറുണ്ട്. ഇതെന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമോ, ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചോദ്യം. തീർച്ചയായിട്ടും ആനബോളിക് സ്റ്റിറോയിഡ്സ് ലൈംഗിക പ്രശ്നങ്ങളും വന്ധ്യതയും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. ആനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് തന്നെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണോ അതിൻ്റെ പല വകഭേദങ്ങളോ ചേർന്നതാണ്. അത്തരം പല ഫോമിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ വിവിധ ഫോമിലുള്ള സാധനങ്ങളാണ് ആനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇത് ഒരു ചികിത്സ എന്നുള്ള നിലയിൽ ഉപയോഗിക്കുമ്പോൾ ഹൈപ്പോഗൊണാഡിസമുള്ള പേഷ്യൻസിന്, അതായത് പ്രശ്നസഞ്ചിക്കൊന്നും വേണ്ട വളർച്ചയില്ലാത്ത ചില രോഗികൾക്ക്, ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള രോഗികൾക്ക്, മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ചില രോഗികൾക്ക്, ഇങ്ങനെയുള്ള ചില രോഗികൾക്ക് വളരെ നിയന്ത്രിതമായി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് അവരുടെ മേൽനോട്ടത്തിൽ മാത്രം ചുരുങ്ങിയ കാലയളവിലേക്ക് കൊടുക്കുന്ന ചികിത്സയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ജിംനേഷ്യങ്ങളിൽ കൊടുക്കുന്നത്. പക്ഷേ അത് ദൂരവ്യാപകമായ പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കും. ഒന്ന് പ്രധാനപ്പെട്ടത് വന്ധ്യതയാണ്. കുട്ടികളുണ്ടാവാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ശുക്ലത്തിൽ ബീജത്തിൻ്റെ കൗണ്ട് ഗണ്യമായി കുറച്ച് കളയും. കൂടുതൽ നാളിത് ഉപയോഗിച്ചാൽ ശുക്ലത്തിൽ ബീജമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഒന്ന്. രണ്ട്, ഉദാഹരണശേഷിയെ നശിപ്പിക്കും. മൂന്ന്, പുരുഷ ഹോർമോണായ ശരീരത്തിൽ ശരിക്കും പ്രകൃതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്, പുറമേ ഉള്ള ഒരു മരുന്നുമില്ലാതെ. അത്തരം പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ അത് സപ്രസ് ചെയ്യും, അതില്ലാതാക്കി തീർക്കും. അതോടൊപ്പം വൃഷ്ണസഞ്ചികൾ ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് വരും. വൃഷ്ണസഞ്ചിയല്ല, വൃഷ്ണങ്ങൾ, ടെസ്റ്റിക്കുലാർ അട്രോഫി വരും. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഒന്ന്, ഉദാഹരണം നശിക്കാം, വന്ധ്യത വരാം, മുടികൊഴിച്ചിൽ വരാം, ഇങ്ങനെയുള്ള, പിന്നെ അതുപോലെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദീർഘകാലമായി ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗിക്കുന്നവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ്. ഇങ്ങനെയുള്ള ധാരാളം സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജിംനേഷ്യങ്ങളിലുമൊക്കെ പോയി മസിൽ ബിൽഡിങ്ങിന് വേണ്ടി ഇത്തരം ഹോർമോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ജിംനേഷ്യത്തിൽ പോകുന്ന ധാരാളം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. ഉദാഹരണക്കുറവാണ്. കുറച്ച് നാളായിട്ട് ഞാൻ ചില പൊടി കഴിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് തരുന്ന ചില മരുന്നുകൾ കഴിക്കുന്നു. അത് 2-3 മാസം കഴിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്ന ധാരാളം രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്ന അത്തരം മരുന്നുകൾ നിർത്തുക. ചിലപ്പോൾ പ്രോട്ടീൻ പൗഡറിൻ്റെ രൂപത്തിലായിരിക്കാം. ഈ പ്രോട്ടീൻ പൗഡറിൽ ഇത്തരം സ്റ്റിറോയിഡ്സ് മിക്സ് ചെയ്തിട്ടുണ്ടാവാം, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്തരം മരുന്നുകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ഇത് മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.